അപ്പൊ അടുത്ത ചാപ്റ്റർ 8 സീക്വൻസ് ആൻഡ് സീരീസ്. അപ്പൊ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ, അതായത് കുറച്ച് നമ്പേഴ്സ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ എഴുതണത്, ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയണ സീക്വൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അടുത്ത ടൈം എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ നമ്മളിപ്പോ എഴുതിയേക്കണ, സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് അല്ലേ എഴുതിയേക്കണ. അപ്പൊ ഇവര് തമ്മിൽ, ഇതിന്റെ ടേംസുകൾ തമ്മിൽ എന്തുണ്ട്, ഒരു റിലേഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ടേമുകളാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയണ, സീക്വൻസ് എന്ന് പറയണത്. അപ്പൊ നമ്മള് ഇപ്പൊ ഇതിങ്ങനെ പോയി ഒരു ലാസ്റ്റ് വരുന്നൊരു ടേമിനെ നമ്മൾ nth ടേം എന്നാ പറയണത്. എന്താണ് nth ടേം? ആ nth ടേമിനെ ഡിനോട്ട് ചെയ്യണത് എന്താണ്, an എന്ന് പറഞ്ഞ. അപ്പൊ ഫസ്റ്റ് ടേം എന്താണ് ഈ സീക്വൻസിന്റെ, A1 എന്ന് പറയണതാണ് ഫസ്റ്റ് ടേം. അതെന്താണ് ഇവിടെ 1 ആണ്. A2 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ്, അതെന്താണ് 3 ആണ്. അപ്പൊ an എന്ന് പറയുന്നത് എന്തായിരിക്കുള്ളൂ, ഇതിന്റെ ലാസ്റ്റ് ടേം അല്ലെങ്കിൽ nth ടേം എന്നാണ് പറയണത് an എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ ക്വസ്റ്റ്യൻ വരണത് nth ടേം തന്നിട്ട് സീക്വൻസ് ചെയ്താൽ പറയും, അത് എളുപ്പമാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ an is equal to n+1 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ആ ഒരു സീക്വൻസ് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം, ആദ്യം നമ്മൾ n-ന് 1 കൊടുക്കുമ്പോൾ ആരായിരിക്കും കിട്ടണത്, ഫസ്റ്റ് ടേമിനായിരിക്കും കിട്ടണത് അല്ലെ. n-ന് 1 കൊടുക്കുമ്പോൾ n is equal to 1 കൊടുക്കുമ്പോൾ ആര് വരും, a1 equal to 1+1 എന്ത് കിട്ടും, 2 കിട്ടും. അപ്പൊ a2 കൊടുക്കുമ്പോ എന്ത് കിട്ടും, n-ന് 2 കൊടുക്കുമ്പോൾ സെക്കൻഡ് ടൈം കിട്ടും, n-ന് 3 കൊടുക്കുമ്പോൾ തേർഡ് ടൈം കിട്ടും. അങ്ങനെ ഓരോ ടൈമും നമുക്ക് n-ല് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് എക്സസൈസ് അതാണ്, n-ന് ഓരോ വാല്യൂ കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്ക്, റൈറ്റ് ദ ഫസ്റ്റ് 3 ടൈംസ് ഓഫ് ദ സീക്വൻസ് ഡിഫൈൻഡ് ബൈ, write the first 3 terms of the sequence defined by an is equal to 2n+5. അപ്പൊ ആദ്യത്തെ 3 ടേമുകൾ എഴുതാനാ പറഞ്ഞേക്കണം, എഴുതിക്കോ. 2n+5. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ആദ്യത്തെ 3 ടൈമിൽ അപ്പൊ n-ന് ആദ്യം എന്ത് കൊടുക്കണം, 1 കൊടുക്കണം. അപ്പൊ a1 ഈക്വൽ ടു ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക, a2 കണ്ടുപിടിക്കുക, a3 കണ്ടുപിടിക്കുക കേട്ടോ. അതൊക്കെ കിട്ടിയടോ. ഫസ്റ്റ് ടൈം എന്താ, 7, 9, 11. അടുത്ത ക്വസ്റ്റ്യൻ, an is equal to n-3/4. n-3/4. കണ്ടുപിടിച്ചാടോ. ഫസ്റ്റത്തെ ടൈം എന്താ വന്നത്, വെറുതെ 1/2 ആണോ, -1/2. സെക്കൻഡ് ടൈം -1/4. തേർഡ് ടൈം 0. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്ക്, an is equal to 2n. Find the first 5 times. Okay, find first 5 times. an is equal to 2n. First 5 times. 5th time അല്ല, ആദ്യത്തെ 5 ടൈമുകൾ കണ്ടുപിടിക്കാൻ അറിഞ്ഞേക്കണം.
2 raised to n. An is equal to 2 raised to n. ചെയ്താടാ. അടുത്തത് an is equal to -1 whole raised to, ചെയ്തില്ലേ അത്? an is equal to -1 whole raised to n minus 1 into 5 raised to n plus 1. First 5 times. പെൻസിൽ ഉണ്ടാടാ കയ്യില്? മനസ്സിലാകും. കിട്ടിയാടാ? ഒരു മിനിറ്റ് മാത്സ് നോക്കാം. ഫസ്റ്റ് ടൈം എത്ര എന്താ കിട്ടിയത്? ഒരു മിനിറ്റ്. ഫസ്റ്റ് ടൈം 25 അല്ല, വെറും 25. -1 ഹോൾ റേസ് ടു n 1 - 1 0 വരും. പിന്നെ മറ്റേതാ 1 + 1. ഇത് നെഗറ്റീവ് കൊടുത്തിട്ടില്ലല്ലോ. സ്ക്വയർ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ല, A1 അല്ലേ ഫസ്റ്റ് കണ്ടുപിടിച്ചത്? -1 raised to 0 എന്താ? പവർ 0 വരുമ്പോ വാല്യൂ എന്താ? 1. കേട്ടാ? -1 ഹോൾ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ് കേട്ടാ. ഫസ്റ്റ് ടൈം എന്താണ്? -1 ഹോൾ റേസ് ടു 1 - 1 5 raised to 1 + 1. അപ്പൊ എന്തൊരു -1 ഹോൾ റേസ് ടു 0 എന്ന് പറയുന്നത് 1 തന്നെ. 5 സ്ക്വയർ. സോ 5 സ്ക്വയർ is equal to 25. 25 ആണ് കിട്ടിയത്. A2 - 125 ആണോ? A2 - 125. A3 625 ആണോ? അതാ 5ന്റെ വരടാ. A3 625. A4 -3125 ആണോ? A5 15625. കിട്ടിയാ? അത് എഴുതി വെച്ചതാ അങ്ങോട്ട്.
കഴിഞ്ഞാടാ. അടുത്ത ക്വസ്റ്റ്യൻ. സീക്വൻസ് ഉണ്ടാവില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. എടാ അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ? n is equal to n into n square plus 5 by 4. Write down the first term of the AP. n into n square plus 5 by 4. First 5 term. നിനക്ക് വല്ല 2 മാർക്ക് ചോദിക്കൊന്നുമില്ല ഇതൊന്നും. ഇതിന് പാടുള്ള ഇങ്ങനത്തെ എളുപ്പ ദിവസം ചോദിക്കൂലടാ. ചെയ്യണം, ചെറുതിലേ തുടങ്ങി. നിങ്ങൾക്ക് എന്താ ഓണ സെലിബ്രേഷൻ കഴിഞ്ഞാ? എങ്ങനെ ഉണ്ടായി? ഫ്രൈഡേ ക്ലാസ് അടക്കൂലേ ഫ്രൈഡേ? എടാ പവൻസ് ഗിരിനഗർ എവിടെയാടാ? അവിടെ മാത്സ് വേക്കൻസി ഉണ്ടാ? ആണോ? ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടുമെന്ന് പറഞ്ഞില്ല. +1 + 2 ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ആയിരിക്കും. ആ അപ്പൊ പിന്നെ വേറെ ഏതെങ്കിലും വല്ല ഹൈസ്കൂളാ? ഡിവിഷൻ അല്ലടാ. അതെവിടെ സ്ഥലം? എവിടെ? ഇവിടെ അടുത്താണോ? വടക്കേറ്റോ? ഒരാളാണോ? എല്ലാരും ആണോ? ഓൺലൈനിൽ ആരാ വരണം? അവനെന്തിനാ ഓൺലൈൻ കയറുന്ന? കണ്ടുപിടിച്ചാടാ? ഫസ്റ്റ് ടൈം പറഞ്ഞേ. ഓരോരുത്തരെ കൊണ്ട് പറയാം. ദാവും പറ. ബാക്കിലിരിക്കണവൻ, നേരത്തെ വന്നവൻ. നീ തന്നെ. സെക്കൻഡ് ടൈം പറയടാ. നിന്നോടല്ല, അവനോട്. 9/2. തേർഡ് ടൈം പറയടാ. തേർഡ് ടൈം A3 പറയാൻ. 21/2. ഫോർത്ത് ടൈം പറ വിവേക്. അതാവുമാരെ കൊടുത്തേ. എടാ വിവേക്, എടാ ചെയ്താ ജോയിൻ ചെയ്താ. A4 21. A4 21. A4 21. A5 അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ? ഫൈൻഡ് ദി 11th term of the sequence. Find the 11th term of the sequence defined by. Find the 11th term of the sequence defined by. Find the 11th term of the sequence defined by n is equal to n-1 into n-4.
അപ്പൊ ഇതിലെന്താ കണ്ടുപിടിക്കണേ കൊടുത്തറ മിസ് ഉണ്ട് കേട്ടാ. Find the 11th term of the sequence. അപ്പൊ 11th term മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടാ. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തോടാ. നീ കാണുന്നുണ്ടോ വല്ലതും? നോക്കുന്നുണ്ടോ? മിണ്ടാട്ടി തരാടാ. 11th ടേം മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഫൈൻഡ് 11th ഇതാ. ഫൈൻഡ് 11th ടേം. 11 സ്ക്വയർ എത്ര? 121. അതിന്റെ ഉള്ളിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. എത്ര കഷ്ടപ്പെടണ? A11 is equal to 11 minus 1 into 11 minus 4. എന്തിനാണ് ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കുന്നത് നീ? എത്ര കിട്ടിയാടാ ലാസ്റ്റ്? 170യാ? അല്ലല്ല 150 ആണല്ലോ. 10 into 11 minus 4 എന്താ? 11 minus 4 അപ്പൊ എങ്ങനെയാടാ അത് വന്ന്? ഇവന്മാരെന്ത് തെറ്റിയത് വെച്ചിങ്ങനെ? എടാ പ്ലസ്. ഓക്കെ. അതെന്താ ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയപ്പോ ഇവിടെ n+4 ആണ് ഇവിടെ എഴുതിയേക്കണം. എന്റെ പാർട്സ് ചെയ്താ. അപ്പൊ ഫൈനൽ ആൻസർ 70. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഫസ്റ്റ് 5 ടേംസ്. ഓക്കെ, ഇത് തന്നെ. ഇടമിണ്ടാട്ടിക്കലാടാ. വിവേകിനെ അടുത്ത് പുറത്തോട്ട് അറിയൂട്ടോ. Find the first 5 terms of the AP. A1 equal to 3. An equal to 3an minus 1 plus 2 for all n greater than 1. A1 equal to 3. First term തന്നിട്ടുണ്ട്. പിന്നെ an is equal to 3 into an minus 1 plus 2 for all n greater than 1. അപ്പൊ ഫസ്റ്റ് ടൈം ഓൾറെഡി തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? സെക്കൻഡ് ടൈം കണ്ടുപിടിച്ചാൽ പോരെ? എന്നിന് കൊടുക്കുന്ന വാല്യൂസ് എല്ലാം എന്തായിരിക്കണം? 1നേക്കാളും മേലെ ആയിരിക്കണം. 1 കൊടുക്കേണ്ട ആവശ്യമില്ല എന്നവിടെ. അപ്പൊ ആദ്യം എന്താ? എന്നിന് 2, A1 3, an 3an minus 1 സഫിക്സ് ആണ് n minus 1 plus 2. അപ്പൊ ഫസ്റ്റ് ടൈം വേണ്ട, സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? A2 3an minus 1 എന്ന് പറയുമ്പോ എന്തായിരിക്കും? 2 minus 1 എന്താ വെച്ചാൽ എന്താ? അതായത് A2 minus 1 എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ 2 അല്ലേ? പ്ലസ് 2. അതായത് എന്ത് വരും? 3a1 plus 2 അല്ലേ? A1 ഓൾറെഡി ഉണ്ടല്ലോ കയ്യില്. അപ്പൊ ആ A1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. 3 into 3 plus 2 ആൻസർ കണ്ടുപിടിക്കാം. ഈ സെക്കൻഡ് ടൈം യൂസ് ചെയ്തിട്ട് വേണം തേർഡ് ടൈം കണ്ടുപിടിക്കാൻ, ഫോർത്ത് കണ്ടുപിടിക്കാൻ, അങ്ങനെ കേട്ടോ. അഞ്ച് ടൈം കണ്ടുപിടിക്കണം ഫസ്റ്റ്. എന്താണ് എന്ന് പറയാഞ്ഞത്? ഫാഹിം. സൗണ്ട് 9ന്റെ അടിയില് ഇവിടെ ഉണ്ടല്ല. ആ ടേമാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടാ.
ഇവിടെ A1 എന്ന് പറഞ്ഞാൽ A1ന്റെ ടേം ഇട്ടുകൊണ്ടേ കൊടുക്കണം. ആ നീ എന്താ ചോദിച്ചാ? അതെങ്ങനെ അടുത്തത് A3 അല്ലേ കണ്ടുപിടിക്കണ്ട? അപ്പൊ A3 is equal to 3 into A2 plus 2. അപ്പൊ A2 എന്താ? A2 ഇപ്പൊ കണ്ടുപിടിച്ചിട്ടില്ലേ നീ? അങ്ങനെ കണ്ടുപിടിക്കണേ. 3 into 11 plus 2. കിട്ടിയാ? അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആവുമ്പോ എടുക്കണം. ട്രിഗണോമെട്രി ഇട്ട് കഴിഞ്ഞാൽ ഭ്രാന്ത് വരണമായിരുന്നു. ആദ്യം കണ്ടുപിടിച്ചാടാ ഫസ്റ്റ് ഫൈറ്റ്. 11, 35, 107, 323. നിങ്ങളുടെ സ്കൂളിലെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാടാ? രാവിലെ 3:20. വൈകുന്നേരം എത്ര മണിക്ക് കഴിയും? ടീച്ചേഴ്സ് എത്ര മണിക്കോ? 3:30. കിട്ടിയാ? അപ്പൊ പറയണ്ടല്ലേ A1 11, A2 35, A4 107, A5 323. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. A1 equal to A2 equal to 2 എന്ന് വെച്ചാൽ എന്താടാ? അതായത് ഫസ്റ്റും സെക്കൻഡ് ടൈം എന്താ? 2 ആണ്. A1 equal to A2 equal to 2 and AN is equal to AN minus 1 where N is greater than 2. അതായത് ഫസ്റ്റ് 2 ടൈം ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ A3 തുടങ്ങി കണ്ടുപിടിച്ചാൽ മതി നമുക്ക്. അപ്പൊ A3 കണ്ടുപിടിച്ചു. A3 ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ളതാ. ഇതെല്ലാം ക്വസ്റ്റ്യനിലുള്ളതാ ഫുള്ള്. എത്രയായിരിക്കും? A1 A2 ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ് ടൈം ഉണ്ട്. A3 കണ്ടുപിടിച്ചു. ഫസ്റ്റ് 5 ടൈം. അതെയാ? ഫസ്റ്റ് ആദ്യത്തെ 2 ടൈം എഴുതണോട്ടപ്പ. ഫസ്റ്റ് 5 ടൈം എന്നാ പറഞ്ഞേക്കണ. അപ്പൊ ക്വസ്റ്റ്യൻ ലോക 2 ടൈം ഉണ്ട്. അപ്പൊ നിങ്ങൾ 3 കൂടി കണ്ടുപിടിച്ചാൽ മതി കേട്ടാ. ഏതൊക്കെ കിട്ടിയ? 1 0 -1 കിട്ടിയാ? അടുത്ത ക്വസ്റ്റ്യൻ. A1 is equal to -1. A1 equal to -1 and AN is equal to AN minus 1 by N where N is greater than 2. Greater than or equal to 2 ട്ടാ. അത് ഫുള്ള് കിട്ടും നിനക്ക്? ഫുള്ള് കിട്ടുമെന്ന് ഞാനെടാ ഇത് ഇവിടെ വെച്ചിട്ടാ പോയത്, അതൊന്നും നോക്കിയിട്ടില്ല. വെള്ളിയാഴ്ച തരാം. വെള്ളിയാഴ്ച എനിക്ക് ട്യൂഷൻ ഉണ്ടാടാ. ഞാൻ വ്യാഴാഴ്ച നോക്കിയിട്ട് കൊടുത്തേക്കാം. ഇവിടെ മേടിച്ചാൽ മതി പോരെ?
കേട്ടാ? നാളെ ഞാൻ നോക്കിട്ട് കൊടുത്തേക്കാം ഇവിടെ. നാളെ ഞാൻ നോക്കിട്ട് കൊടുത്തേക്കാന്ന് ഇവിടെ. നോക്കിയിട്ടില്ല. ഞാൻ ഈ ബുക്ക് ഇവിടെ വെച്ചിട്ട് പോയടാ. ഈ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടാ. എന്താ വിവേകിന്റെ മുഖം ഒന്ന് തള്ളിയിരിക്കണം? കിട്ടിയാ? നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോ തന്നെ എക്സാം ഇട്ട് പോവാ. ഒരുമിച്ച് അത് നല്ലത്. അതാവുമ്പോ അരമണിക്കൂർ വെച്ചിട്ട് വന്നിട്ട് എഴുതിട്ട് പോവാലോ. അതല്ലേ നല്ലത്? 1.5 മണിക്കൂർ എഴുതണേ നല്ലത്. കുറച്ച് ഇങ്ങനെ കുറച്ച് പഠിച്ച് എഴുതണല്ലേ നല്ലത്. കണ്ടുപിടിക്ക് വേഗം. ദൈവം കണ്ടുപിടിക്കട്ടെ. കിട്ടിയാടാ? കൊറേയൊന്നുമില്ല. എത്ര കിട്ടി? ഏറ്റവും എത്രയാണ് കിട്ടിയത്? A3 -1/2 by -1/6. A5 ഇനി അടുത്തത്. ഇനി ഫിബൊനാച്ചി സീക്വൻസിന്റെ ടേംസ് കണ്ടുപിടിക്കാൻ പറയാം. ചിലപ്പോ എന്താന്ന് പറയില്ല. ഫിബൊനാച്ചി സീരീസ് ഫിബൊനാച്ചി സീരീസ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? തന്നെ മറ്റേത് നിങ്ങളുടെ C++ പൈത്തണില് പ്രോഗ്രാം എഴുതിയിട്ട് ഫിബൊനാച്ചി സീക്വൻസ്. അപ്പൊ എനിക്ക് ഫിബൊനാച്ചി സീക്വൻസ് ഇസ് ഡിഫൈൻഡ് ബൈ Fibonacci sequence is defined by 1 equal to A1 equal to A2. Fibonacci sequence is defined by 1 equal to A1 equal to A2. 1 equal to A1 equal to A2 and An is equal to An minus 1 plus An minus 2. Where n greater than or equal to 2, find An plus 1 by An. Question നോക്കട്ടെ, ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ. ഫിബൊനാച്ചി സീക്വൻസ് തന്നിട്ടുണ്ട് 1 equal to A1 equal to A2. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? An plus 1 ഉം An-ന്റെയും റേഷ്യോ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചോ? where n is equal to where n equal to 1 2 3 etc 4 5. അപ്പൊ എന്നിന് ഓരോ വാല്യൂ കൊടുത്തിട്ട് എന്ത് കണ്ടുപിടിക്കണം? നമ്മള് ഈ റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം A1 ഉം A2 തന്നിട്ടുണ്ട്. A3 ആദ്യം കണ്ടുപിടിച്ചോ. A3 കണ്ടുപിടിക്കണം, A4 കണ്ടുപിടിക്കണം, A5 കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഈ റേഷ്യോ കണ്ടുപിടിക്കാൻ കേട്ടോ.
കണ്ട് കിട്ടിയാ? ഇരിപ്പ് കാണുമ്പോ കിട്ടിയ പോലെയാണല്ലോ ഇരിക്കണം. കഴിഞ്ഞാ? അതായത് നമ്മൾ ഓരോ ഇപ്പൊ എന്നിന്റെ വാല്യൂ കൊടുത്തിട്ട് എല്ലാ ടേമും കണ്ടുപിടിക്കാം. എന്നിട്ട് ആ ടേമുകളുടെ റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പൊ എന്താ A2/A1 കണ്ടുപിടിക്കേണ്ടി വരും. an+1 ബൈ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ആ ടേം കണ്ടുപിടിച്ചതിന് ശേഷം ഈ സാധനത്തിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമ്മൾ A1 കണ്ടുപിടിക്കുക. A1 എന്ന് പറയുന്നത് A3 എന്ന് പറയുന്നത് എന്താ? A2 + A1 അല്ലെ? A2 എന്തായിരുന്നു? A2 A1 ഉം 1 ആണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താ 1 + 1 2 ആണെന്ന് കിട്ടി. ഇനി A3 കണ്ടുപിടിക്കുക. A3 എന്ന് പറയുന്നത് എന്താ? A2 + A2 - A3 - 1 is 2. പിന്നെന്താ? A1 A4 അല്ലേ കണ്ടുപിടിക്കേണ്ടത്? A3 അല്ലേ? A4 എന്തായിരുന്നു? A3 + A2. അപ്പൊ എത്ര കിട്ടും? A3 എന്താ? 2 + 3. ഇനി A4 കൂടി A5 കൂടി കണ്ടുപിടിക്കും. A4 + A3 3 + 2 5. ഇനി നിങ്ങൾ എന്താണ് an+1 അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എന്താ എന്റെ വാല്യൂ എന്താ കൊടുക്കേണ്ടത്? A2/A1 ഫസ്റ്റ് കണ്ടുപിടിക്കുക. റേഷ്യോ എന്താണ്? A2/A1 A2 എന്തായിരുന്നടാ? 1 അല്ലേ? ഇപ്പൊ 1/1 അല്ലേ? അത് കഴിഞ്ഞ് A3/A2 A4/A3 A5/A4 അങ്ങനെ ഓരോന്റെ റേഷ്യോ എന്താ? ഒന്ന് തന്നെയാണോ എല്ലാത്തിന്റെ റേഷ്യോ? അവിടെ ഇരുന്ന് കുത്തിയിരിക്കാനുള്ള കണ്ടുപിടിച്ചില്ലേ നീ? മതിയായിന്നാ? എന്ത് മതിയായി? ചെയ്ത് മതിയായിന്നാണോ പറയണ? അതൊക്കെ ചെറുതാക്കടാ. 3/2 ചെറുതാക്കാൻ പറ്റില്ലേ? 2/1 അല്ലേ? 3/2 ഫസ്റ്റത്തെ 1, സെക്കൻഡ് 2, തേർഡ് 3/2, 5/3, 8/5. A3 എന്താ? 2 അല്ലേ? 2/A1 എന്താ? A3/A2 അല്ലേ? A2 എന്താ? 1. 2/1 എന്താടാ? കഴിഞ്ഞാടാ? അവനെന്താ കിട്ടാഞ്ഞ? അവൻ എന്തേലും പൊട്ടത്തരം കാണിച്ചിട്ടുണ്ടോ അല്ലേ? അപ്പൊ നമ്മള് അർത്തമെറ്റിക് പ്രോഗ്രഷൻ ഇത്രയും പറയുള്ളൂ അവര്. nth ടൈം വന്നിട്ട് അത് അടുത്തൊരെണ്ണം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട് അവര്. A6/A5 ആണ്. അത് കണ്ടുപിടിക്കണമെന്നില്ല കേട്ടോ. an+1 മോളില് സഫിക്സ് ആയിട്ടാ. നീ എന്താ +1 എന്നാക്കി കിട്ടല്ലേ? ഒരു ടൈം കറക്റ്റ് ആയുള്ളൂ. ഈ an വെച്ചിരുന്നതില് ആ എന്നിന്റെ കൂടെയുള്ള സാധനം ഇടുള്ളൂ കേട്ടാ. അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം പ്രിന്റിംഗ് മിസ്റ്റേക്ക്. അപ്പൊ അർത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഇത്ര ഉണ്ടാവുള്ളൂ. എന്ത്? an തന്നിട്ട് കണ്ടുപിടിക്കാൻ പറയും. പക്ഷെ അല്ലാണ്ട് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നണല്ലേ അടുത്തതില്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണ ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് കേട്ടാ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ല. മിണ്ടാണ്ടിരിക്കണോ? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം A1 ആണ്, സെക്കൻഡ് ടൈം A2 ആണ്, തേർഡ് A3 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
A2 മൈനസ് A1 അല്ലെങ്കിൽ A3 മൈനസ് A2. അതായത് അടുത്തടുത്തുള്ള രണ്ട് ടേമുകൾ മൈനസ് ചെയ്യുമ്പോൾ കിട്ടണമായിരിക്കും എന്ത് കോമൺ ഡിഫറൻസ്. അതിന് നമ്മൾ എന്ത് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യണം? ഡി വെച്ചിട്ടാണ്. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു A2 മൈനസ് A1. ഓക്കെ, ഇനി അടുത്തത് ജോമെട്രിക് പ്രോഗ്രഷൻ. ഹെഡിങ് ഏതൊക്കെ? അവൻ വരട്ടെ എന്നിട്ട് പോയാൽ മതി. നിനക്കൊക്കെ പോണ വെള്ളം കുടിക്കാൻ? അവര് വരട്ടേന്ന്. എവിടെ വെയിറ്റ് ചെയ്യാൻ പോണം? പോസ് ചെയ്തടാ. 2, 4, 8, 16 എന്ന് പറയുന്ന സീക്വൻസ് കൺസിഡർ ചെയ്യാം. ഇതിനെ നോക്കിക്കേ, ഇതിന്റെ ആദ്യത്തെ രണ്ട് ടേമുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് A2, ഇത് A1 അങ്ങനെ. അപ്പൊ A2 by A1 എന്ന് പറയുന്നത് എന്താ? 2 ആണ്. ഇനി നോക്കിക്കേ, A3 by A2. അപ്പൊ അടുത്തടുത്ത രണ്ട് ടേമുകളുടെ റേഷ്യോ എന്തായിരിക്കും? ഒരു ഫിക്സ്ഡ് നമ്പർ ആയിരിക്കും. അങ്ങനെയുള്ള സീക്വൻസുകളെ പറയുന്ന പേരാണ് എന്ത്? ജോമെട്രിക് പ്രോഗ്രഷൻ. അല്ലെങ്കിൽ AP എന്ന് പറയുന്നത് രണ്ട് അടുത്തടുത്ത ടേമുകളുടെ ഡിഫറൻസുകൾ സെയിം ആയിരിക്കും. ഇവിടെ എന്താ? റേഷ്യോകൾ സെയിം ആയിരിക്കും. റേഷ്യോ കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായ? കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 2 ആണെങ്കിൽ എല്ലാത്തിന്റെ എന്തായിരിക്കുള്ളൂ? 2 ആയിരിക്കുള്ളൂ. A25 by A24 എടുത്താൽ എന്ത് തന്നെ ആയിരിക്കുള്ളൂ? 2 തന്നെ ആയിരിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സീക്വൻസുകൾ പറയുന്നതാണ് എന്ത്? ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ബേസിക്കലി ഡിനോട്ട് ചെയ്യണത് ബേസിക്കലി നമ്മള് GP എഴുതണത് AR സ്ക്വയർ, AR ക്യൂബ് എക്സെട്ര. ഈ ഒരു രീതിയിലാണ് GP നമ്മൾ എഴുതണത്. ഈ R എങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? R എന്ന് പറയുന്നതാണ് വിവേക് കേൾക്കണ്ടവല്ലോ. R എന്താ? ഈ സീക്വൻസിന്റെ R എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ R എത്രയായിരുന്നു? 2. അതായത് അടുത്തടുത്ത രണ്ട് ടേമിന്റെ റേഷ്യോ എടുക്കുമ്പോഴാണ് നമുക്ക് R കിട്ടണത്. ബേസിക്കലി ഒരു GP റെപ്രസെന്റ് ചെയ്യണത് ഈ ഒരു രീതിയിലാണ്. AR സ്ക്വയർ, AR ക്യൂബ്, ആ രീതിയിൽ. ഇനി ഇവര് പറയേണ്ടത് എക്സാക്ട് ഫസ്റ്റ് ടൈം ഇൻക്ലൂഡ് ചെയ്യാണ്ടുള്ള റേഷ്യോ ആണ് അവർ കൂട്ടുന്നത്. അതായത് ഇത് രണ്ടിന്റെ റേഷ്യോ ഫസ്റ്റ് ടൈം ഇല്ലാണ്ട് എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഇതിലാണ് മെയിൻ ആയിട്ട് ജോമെട്രിക് പ്രോഗ്രഷന്റെ ഡെഫിനേഷൻ വരുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം കൂട്ടണ്ടെന്നാ പറഞ്ഞേക്കണേ അതിന്റെ അകത്ത്. A sequence A1, A2, etc. to AN is called. എഴുതിക്കേ. A sequence A1, A2, etc. A sequence A1, A2, A3, etc. AN. എഴുത്. A sequence A1, A2, A3. Sequence A1, A2, A3, etc. AN, etc. is called geometric progression. Is called geometric progression. If each term is non-zero and എന്താ ടേമിന്റെ ഇടയ്ക്ക് 0 ഒന്നും വരാൻ പാടില്ല. ഈച്ച് ടേം ഈസ് നോൺ സീറോ ആൻഡ് AK plus 1 by AK is equal to എന്തായിരിക്കണം? Which is equal to R. R എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. AK plus 1 by AK equal to R. K എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മൾ ANH അല്ലേ ഞാൻ പറഞ്ഞത് നേരത്തെ. AN plus 1 by ഇപ്പൊ AN plus 1 by AN equal to R എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതിനിപ്പോ അവരൊരു K കൊടുത്തുന്നുള്ളൂ. R എന്താ? റേഷ്യോ. ഇതിന്റെ ഇപ്പൊ നമ്മൾ 4 കോൺസ്റ്റന്റ് for K greater than or equal to 1. For K അത് എഴുതി വെക്കണം. For K greater than or equal to 1. അപ്പൊ നോക്കിക്കട്ടെ,
നമ്മള് ജനറലി ടേംസ് എന്താ പറയുക, ജോമെട്രിക് പ്രോഗ്രഷൻ ഈ രീതിയിലല്ലേ. അപ്പൊ സം ഓഫ് ജോമെട്രിക് പ്രോഗ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ടേമിന്റെ സം എടുക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് AR പ്ലസ് AR സ്ക്വയർ പ്ലസ് AR ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതാണ് എന്താണ് സം ഓഫ് GP എന്ന് പറയുന്നത്. സം ഓഫ് n ടേം ഓഫ് GP കേട്ടാ. അപ്പൊ ഇതിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണത് SN ആണ് കേട്ടാ. അപ്പൊ ഇതൊരു GP is equal to ഇത് എഴുതിക്കോട്ടെ. GP is equal to ഇത് SN എന്ന് പറയുന്നത് GPയുടെ സമ്മ് is equal to this one. എഴുതിയാ? ഇനി ഒരു സം ഓഫ് GPയുടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് SN is equal to A into R raised to n minus 1 by R minus 1. എന്താണത്? എന്റെ വണ്ടിയുടെ ഇതേരിയാടാ പ്രൊഡക്റ്റ് അല്ലേ? പ്രൊഡക്റ്റ് മീൻസ് ഇത് സം അല്ലേ? പ്രൊഡക്റ്റിന്റെ ഇക്വേഷൻ എന്താ പഠിക്കാൻ നിങ്ങക്ക്? ഏതിന്റെ പ്രൊഡക്റ്റ്? ആ, പ്രൊഡക്റ്റിന്റെ ഉണ്ടോ അതിന് പഠിക്കാൻ? ഇവിടെ എഴുതിയിട്ടില്ലല്ലോ പ്രൊഡക്റ്റിന്റെ. വരണുണ്ടോ ഇനി? ആ, അത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വരട്ടെ കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കേ. Find the 10th and nth term of GP. Find the 10th and nth term of GP. Find the 10th and nth term of the GP. 5, 25, 125, etc. അപ്പൊ എന്താ നമുക്ക് എന്താ കണ്ടുപിടിക്കുക? 8 കണ്ടുപിടിക്കണം. 8 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടാ. അപ്പൊ നമുക്ക് 8 നമ്മുടെ ജനറൽ ഫോമിൽ എന്താ? ഫസ്റ്റ് ടൈം എപ്പോഴും എന്തായിരിക്കും വന്നത്? ഫസ്റ്റ് ടൈം എന്തായിരിക്കും വന്നത്? A1 എപ്പോഴും എന്തായിരിക്കുള്ളൂ? A ആയിരിക്കുള്ളൂ. A2 എന്ന് പറയുന്നത് എന്തായിരിക്കുള്ളൂ? AR ആയിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താണ് വിളിക്കേണ്ടത്? A10ന്റെ ഇക്വേഷൻ എന്ത് വരും? ബേസിക്കലി AR raised to n minus 1 അല്ല, അതായത് AR raised to 10 minus 1 അല്ലെ? അപ്പോ അതൊന്ന് എഴുതി വെച്ച് AR is equal to അല്ലെങ്കിൽ AN is equal to AR raised to n minus 1. ഇതൊന്ന് എഴുതി വെച്ചോക്കെ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? AR raised to 10. അപ്പൊ 6 കണ്ടുപിടിക്കണ്ടേ? 6 കണ്ടുപിടിക്കും. 6 എന്താ? 5. അപ്പൊ എങ്ങനെ വരില്ലേ? A എന്താടാ? ഫസ്റ്റ് ടൈം എന്താ? എന്താടിക്കലോടാ? 8 അല്ലേ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടൈം എന്താ? A എന്താ? 5. 5 into എന്ത് വരും? 5 raised to 9. അതായത് എന്താ? 5 raised to 10. അത്ര കണ്ടുപിടിച്ചത് കണ്ടുപിടിക്കണമെന്നില്ല കേട്ടാ. ഇനി AN കണ്ടുപിടിക്കേ. AN is equal to 5 raised to n ആണോ? എന്നാണോ? 5 raised to R എന്താ ഇവിടെ? 5. പിന്നെ n minus 1. അപ്പൊ എന്ത് വരും? which is equal to 5 എന്ന് പറയുന്നത് എന്താ? 5 raised to 1 അല്ലേ? 5 raised to 1 into 5 raised to n minus 1 എന്താ? A raised to m into A raised to n, A raised to m into A raised to n, A raised to m plus n. അപ്പൊ എന്ത് വരും? 5 n minus 1 plus 1 5 raised to n. മനസ്സിലായോ വിവേകേ?
അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടേം ഓഫ് ദ GP 2,8,32 up to n term is 131072 up to n ടേം ഈസ്, അതായത് ഈ ഒരു ടേം എത്രാമത്തെ ടേം ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. വിച്ച് ടേം ഓഫ് 2,8,32 അല്ലേ, കോമായിട്ടല്ലേ എഴുതിയേക്കണം. അപ്പൊ ആദ്യം എന്തായാലും 6 വേണം. അത് വെച്ച് കണ്ടുപിടിച്ചോ. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എ എന്നാ കണ്ടുപിടിക്കണ്ടേ, അതായത് എത്രാമത്തെ ടേം വരും എന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ എ ഇസ് ഈക്വൽ ടു എന്താ തന്നേക്കണേ ഇവര്, അതിന്റെ ഇക്വേഷൻ എന്താ? AR⁻n−1 ആണ്. അപ്പൊ AR⁻n−1 ആണ് ആര്? 131072. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? AR⁻n−1 is equal to 131072. ഇനി R എന്താ ഇവിടെ? R കണ്ടുപിടിക്കണ്ടേ? 4 ആണ് R. അപ്പൊ A4⁻n−1 is equal to A2 A2 131072. അതിന് കണ്ടുപിടിക്ക്. അപ്പൊ 2 ആദ്യം അപ്പുറത്തോട്ട് കൊണ്ടുപോവാ. 2 അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഇനി 4⁻n−1 എങ്ങനെ എഴുതാടാ? 4⁻n/4 എന്ന് എഴുതാലോ. എനിക്ക് എന്നിന്റെ വാല്യൂ കിട്ടിയാൽ മതി. നിങ്ങക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പാടില്ലല്ലേടാ? ഏതാടാ? എത്രാമത്തെ ടേബാന്നാ ചോദിച്ചത് ഞാൻ. നീ എന്തായി പറയണ? ആദ്യം 2 അപ്പുറത്തോട്ട് എടുത്തേ. 4⁻n−1 ഈക്വൽ ടു 131072/2. ഈ 2 അപ്പുറത്തോട്ട് എടുത്ത് ഫസ്റ്റ് എന്ത് കിട്ടിയപ്പ? 65536 ആണ് അവിടെ കിട്ടിയത്. എന്താ അത്രയും വലിയ? അതെ, കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പാടില്ല. ഓ മൈ ഗോഡ്. ഇപ്പൊ അല്ലടാ, എക്സാമിന് ചേക്ക് എന്ത് ചെയ്യും അപ്പൊ? അല്ല N3 അല്ല. എന്ത് ചെയ്യൂടെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാണ്ട്? ഉറപ്പാണോ? എടാ ശ്രദ്ധിക്കേ, എടാ മിണ്ടാണ്ടിരിക്കടാ. ഇത്രയും ചെറിയ വാല്യൂ വലിയ വാല്യൂ കൊണ്ട് നിനക്ക് വരില്ല. കാരണം 4 എന്താണ് എന്തോ ചെയ്തപ്പോ ഈ സാധനം കിട്ടി. അപ്പൊ ഇവര് ഇതിനകത്ത് ചെയ്തേക്കണത് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഈസിലി കണ്ടുപിടിക്കാം നമുക്ക്. √1/4 പവർ 1/4 എടുത്താൽ മതി. ഈ നമ്പർ ഇട്ടിട്ട് ⁻1/4 എടുത്തു കഴിഞ്ഞാൽ കിട്ടും ഏതിൽ വരും എന്നുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് ഇത് വരുമ്പോ 4⁸ കൊടുക്കുമ്പോഴാണ് ഈ നമ്പർ കിട്ടുന്നത്. എന്താണ് 4⁸ കൊടുക്കുമ്പോ? അപ്പൊ 4⁻n−1 is equal to 4⁸. അപ്പൊ n-1 ഈക്വൽ ടു എന്താ? n-1 is equal to 8, n equal to 7. അപ്പൊ ചെറിയ നമ്പർ വെച്ച് ഇങ്ങനത്തെ പ്രോബ്ലം ചോദിക്കോളൂ കേട്ടോ. അവര് 2ന്റെ ഒക്കെ ചോദിക്കോളൂ. അത് 2⁻, ഇത്രയും പവർ പോകൂല. 2⁴ അങ്ങനെ 8 അങ്ങനെ രീതിയിലേ വരുള്ളൂ.
ഏതൊരു ആൻസർ ക്ലാസ് 366 റൂപ്പീസ് ആണ് ഞങ്ങൾ ലാസ്റ്റ് ആൻസർ എഴുതി വെച്ചത്. ആ 9 ആണ് കേട്ടോ. ഏത് മണ്ടരേക്ക് 7 എന്ന് പറഞ്ഞെന്നാ? എന്നിട്ട് ഇരിക്കണോ പിന്നെ എളിഞ്ഞ് എന്നീക്കള് 7 അല്ലേ എനിക്ക് പറഞ്ഞത്? അതെയാ? അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെയാടാ? ഒരു മിനിറ്റ്. എന്താടാ? അടുത്ത ദിവസം ഇൻ എ GP third term is 24. Third term is 24 and sixth term is 192. Third term is 24, sixth term 192. Find the 10th term. Sixth term is 192. Find the 10th term. മതിയില്ലേ? അപ്പൊ തേർഡ് ടൈം എന്ന് പറയുന്നത് എന്താടാ? A3 ഈക്വൽ ടു എന്താ? തേർഡ് ടൈം തന്നിട്ടുണ്ട് നമുക്ക്. എത്രയെന്നാ പറഞ്ഞേക്കണം? അപ്പൊ A3 ഈക്വൽ ടു AR സ്ക്വയർ ഈക്വൽ ടു 24. അതിന് ആര് കണ്ടുപിടിക്കാലോ? തന്നിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ടോ? ഇല്ല. A6 എന്താ? സിക്സ്ത് ടൈം എന്താ? തരാത്തെ. A6 ഈക്വൽ ടു AR⁵5 ഈക്വൽ ടു 192. മൈനസ് ചെയ്താൽ 192. ഇനി കണ്ടുപിടിച്ചോ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? A10 അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അല്ല. ആരെന്താ? R2. ഇനി എന്ത് ചെയ്യണം? R കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ പോരെ? AR⁵5 മൈനസ് AR സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 192 മൈനസ് 24. എന്ത് കിട്ടോടാ? മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി 2 കൊണ്ട്. സെക്കൻഡ് ഇക്വേഷൻ എന്താ? AR⁵2 നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടോടാ? 2AR⁵2 ഈസ് ഈക്വൽ ടു 48. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി AR⁵5 അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് R സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡ് ചെയ്താലും മതി. അതായത് AR⁵5 by AR സ്ക്വയർ.
ആർ ക്യൂബ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി 8 കിട്ടി. അപ്പൊ ആർ ഈക്വൽ ടു 2 ആയിരിക്കും. ക്യൂബിക് റൂട്ട് എന്ന് പറയുന്നത് 2. ഇനി ആറിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈമും 10th ടൈമും എല്ലാം കണ്ടുപിടിക്കാം. കിട്ടിയാടാ? കുറച്ച് നേരം ഫസ്റ്റ് എടുക്കാം.